രാവിലെ ഫ്രഷ് ആയിട്ടുള്ള മോർണിംഗ് വിസ്ഡമാണ്. നോട്ട് ചെയ്യണം എന്നുള്ളവർക്ക് നോട്ട് ചെയ്യാം. എല്ലാവരും ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് എന്താണോ വേണ്ടത്, ലൈഫിൽ നമുക്ക് എന്താണോ വേണ്ടത്, അതിന്റെ പുറകെ നമ്മൾ പോയില്ല എന്നുണ്ടെങ്കിൽ നമുക്കതൊരിക്കലും കിട്ടില്ല. നമുക്ക് എന്താണോ വേണ്ടത് ലൈഫിൽ, അതിന്റെ പുറകെ നമ്മൾ പോയില്ല എന്നുണ്ടെങ്കിൽ നമുക്കതൊരിക്കലും കിട്ടില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫുമായിട്ട് ഇത് കണക്ട് ചെയ്യാം കേട്ടോ. മനസ്സിന് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും, പല കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടാവും. പക്ഷെ അതിന്റെ ഒന്നും പുറകെ നമ്മൾ പോയില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഒരിക്കലും കിട്ടാൻ വേണ്ടി പോകുന്നില്ല. രണ്ടാമതായിട്ട്, നിങ്ങള് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങള് നിങ്ങൾ ഒരിക്കലും ചോദിക്കുന്നില്ല എങ്കില് ഉത്തരം എപ്പോഴും നോ ആയിരിക്കും. നമുക്ക് വേണ്ട കാര്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? അവരെന്ത് വിചാരിക്കും ഞാൻ ചോദിച്ചാൽ? അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ഉത്തരം എപ്പോഴും നോ തന്നെയായിരിക്കും. ആവശ്യമുള്ള കാര്യങ്ങള് നിങ്ങൾ ചോദിക്കുക. നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു അവസരമായിരിക്കാം, ഒരു ജോലിയായിരിക്കാം, ഒരു ഹെൽപ്പ് ആയിരിക്കാം. നമ്മൾ ചോദിച്ചാലേ മറ്റുള്ളവർക്ക് അത് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റില് അവരെന്താണ് ചിന്തിക്കുന്നതെന്ന് ഇവിടനെ ചിന്തിച്ചുകൊണ്ട് ചോദിക്കാതിരിക്കാതെ നമുക്ക് എന്താണോ വേണ്ടത് അത് ചോദിക്കാം. ഒരു ജോലി ചോദിക്കുന്നതിൽ തെറ്റില്ല. ഒരു അവസരം ചോദിക്കുന്നതിൽ തെറ്റില്ല. ഒരു ഹെൽപ്പ് ചോദിക്കുന്നതിൽ തെറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമുക്ക് എന്താണോ വേണ്ടത് അത് നമ്മൾ ചോദിക്കുക എന്നുള്ളതാണ്. അതിന്റെ അടുത്തത്, നിങ്ങൾ ഒരു സ്റ്റെപ്പ് പോലും നിങ്ങൾ മുൻപോട്ട് എടുക്കുന്നില്ല എങ്കില് നിങ്ങൾ ഇന്ന് എവിടെയാണോ നിൽക്കുന്നത് നിങ്ങൾ അവിടെ തന്നെ നിൽക്കും. മനസ്സിലാവുന്നുണ്ടോ? അടുത്തൊരു പോയിന്റ് ആണ്. ഇന്ന് നിങ്ങൾ നിൽക്കുന്നതിൽ നിന്ന് ഒരു സ്റ്റെപ്പ് പോലും നിങ്ങൾ മുൻപോട്ട് എടുക്കുന്നില്ല. ഒരു സ്റ്റെപ്പ് പോലും നിങ്ങൾ സ്റ്റെപ്പ് ഇൻ ചെയ്യുന്നില്ല എങ്കില് നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ നിങ്ങൾ നിൽക്കും. ഓക്കെ. 3 പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്നിപ്പോ ഞാൻ പറഞ്ഞ ഈ 3 പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലൈഫുമായിട്ട് കണക്ട് ചെയ്യുക. ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. ദർ ഇസ് നോ പെർഫെക്റ്റ് ടൈം. ഒരു പെർഫെക്റ്റ് ടൈം എന്ന് പറഞ്ഞ് ഒന്നുമില്ല. നാളെ ആവട്ടെ, മറ്റന്നാളാകട്ടെ, ഈ മാസം കഴിയട്ടെ, 1-ാം തീയതി ആകട്ടെ, തിങ്കളാഴ്ച ആകട്ടെ എന്നുള്ള ഒരു പെർഫെക്റ്റ് ടൈം എവിടെയുമില്ല. ദർ ഇസ് നോ പെർഫെക്റ്റ് ടൈം. ഈ ഒരു മൊമെന്റ് ആണ് പെർഫെക്റ്റ് ടൈം എന്ന് പറയുന്നത്. ടേക്ക് ആക്ഷൻസ്. അതാണ് എനിക്ക് പറയാനുള്ളത് ഇന്ന്. അത് നിങ്ങളുടെ ചോയ്സ് ആണ്. എടുക്കണോ വേണ്ടയോ, മുൻപോട്ട് പോകണോ വേണ്ടേ എന്നുള്ളത്. ഒരാളും നിങ്ങളെ അവിടെ നിർബന്ധിക്കുന്നില്ല. നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങള് എത്രയും പെട്ടെന്ന് ചെയ്യുക, അതിലേക്ക് വേണ്ടി ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. ഓരോ ദിവസവും നമ്മൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കണം. നമ്മൾ നമ്മളെ തന്നെ ട്രാക്ക് ചെയ്യുമ്പോൾ നമ്മൾ മുൻപോട്ട് പോകുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യാം. ഇന്നലത്തേതിലെ ഇന്നലത്തേതിനേക്കാളും എന്തെങ്കിലും ഞാനിന്ന് പുതുതായിട്ട് ചെയ്തോ? അങ്ങനെ ട്രാക്ക് ചെയ്യാറുണ്ടോ ആരെങ്കിലും? ഇന്നലത്തേതിനേക്കാളും ബെറ്റർ ആയോ എന്റെ ഇന്നത്തെ ദിവസം? ഇന്നലത്തേതിനേക്കാളും ചെയ്യാറുണ്ടെന്നാണോ പറഞ്ഞത് സോണിയ? ചെയ്യാറുണ്ട്. ഓക്കെ. ഇന്നലത്തേതിനേക്കാളും ഞാൻ ഇന്ന് കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിട്ടാണോ കാര്യങ്ങൾ ചെയ്യുന്നത്? കുറച്ചും കൂടി മൈൻഡ്ഫുൾ ആയിട്ടാണോ ചെയ്യുന്നത്? കുറച്ചും കൂടി ഹാപ്പിനെസ് എനിക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ? അതോ കുറച്ചും കൂടി ഞാൻ പ്ലാൻ ചെയ്ത കാര്യങ്ങളിൽ എന്തെങ്കിലും ഒന്ന് ഞാൻ ചെയ്തോ? എന്നുള്ളൊരു മൈൻഡ് എപ്പോഴും വേണം. എപ്പോഴും ആ ഒരു ചിന്ത നമുക്ക് വേണം. അതിൽ നിന്ന് നമ്മൾ വിട്ടുപോകരുത്. മനസ്സിലാവുന്നുണ്ടോ? രാവിലെ തന്നെ പ്ലാൻ ചെയ്യുക. എന്താണ് ഇന്ന് എനിക്ക് ചെയ്യാനുള്ളത്? അല്ലെങ്കിൽ തലേ ദിവസം തന്നെ ഒന്ന് പ്ലാൻ ചെയ്യുക. എന്താണ് എനിക്ക് നാളത്തേക്ക് ചെയ്യാനുള്ളത്? അതൊരിക്കലും ഒരിക്കലും ഒരു ഡിഫിക്കൽട്ടിയിലൂടെ ആയിരിക്കരുത് പോവേണ്ടത്. വളരെ കൂളായിട്ട്, കാമായിട്ട്, ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് ചെയ്യുക നിങ്ങളുടെ ഓരോ കാര്യങ്ങളും. എഴുതി എഴുതി വെച്ചിട്ട് അത് ചെയ്ത് കഴിയുമ്പോൾ അത് വന്ന് ഇങ്ങനെ ടിക്ക് ഇടുമ്പോൾ നിങ്ങൾക്ക് തന്നെ ആ ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യാൻ സാധിക്കണം. ഇന്നലത്തേനേലും നോളജ് നേടാറുണ്ടെന്ന് സഹീറ പറയും. അതെ, ഡെയിലി എന്താണോ പഠിക്കാൻ പറ്റുന്നത് പഠിക്കുക. ഒരുപാട് ഇൻഫർമേഷൻ നമ്മുടെ ചുറ്റിനും കിടപ്പുണ്ട്. പഠിക്കാൻ വേണ്ടി പ്രായം ഒരു ലിമിറ്റ് ഒന്നുമില്ല. ഏത് പ്രായത്തിലും നമുക്ക് പഠിക്കാം. നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം. ഈ ഒരു ലോകത്തില് നമ്മൾ ഈ ഒരു ഭയങ്കര കോമ്പറ്റീഷൻ ഉള്ളൊരു വേൾഡിലാണ് ഇപ്പൊ നിൽക്കുന്നത്. എന്തെങ്കിലും ഒരു പുതിയ സ്കില്ല് നമുക്ക് പഠിക്കാം. ജോലി തിരക്കിന്റെ ഇടയിൽ ഒരു 5-10 മിനിറ്റ് ഡെയിലി എടുത്തുകൊണ്ട് ഒരു പുതിയ സ്കില്ല് നമുക്ക് പഠിച്ചെടുക്കാം. ഓക്കെ. എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ ഒരു സ്റ്റെപ്പ് പോലും നിങ്ങളുടെ മുൻപോട്ട് നടക്കുന്നില്ല എങ്കില് നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് നിങ്ങൾ അവിടെ തന്നെ നിൽക്കും. മറ്റുള്ളവര് നിങ്ങളെക്കാൾ മുൻപില് കേറി കേറി പോവും. എന്നിട്ട് നമ്മള് അവരുടെ സന്തോഷവും വിജയവും കണ്ട് സങ്കടപ്പെട്ടിരിക്കും. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് വരാതിരിക്കാൻ വേണ്ടി നമുക്കിനി അടുത്ത മാർച്ച്
ഏപ്രിൽ, മെയ്, ജൂൺ ഞാൻ ഓൾറെഡി പറഞ്ഞു. വളരെ ക്രൂഷ്യലാണ്. ജാനുവരി, ഫെബ്രുവരി, മാർച്ച് കഴിഞ്ഞു. നിങ്ങളുടെ ഗോള് ജാനുവരിയിൽ നിങ്ങളെല്ലാവരും ഓരോ ഗോള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതില് 3 മാസം നമ്മുടെ ഓൾറെഡി കഴിഞ്ഞു. ഇനി നമുക്ക് തിരിച്ചു പിടിക്കാനുള്ള വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള മന്താണ് ഏപ്രിൽ, മെയ്, ജൂൺ. ആ ഒരു 3 മാസം എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒക്കെ മാക്സിമം ചെയ്യാം. വളരെ എനർജിയോട് കൂടി പവർഫുൾ ആയിട്ട്, ഹാപ്പി ആയിട്ട് അതൊക്കെ ചെയ്യാ നിങ്ങള്. ഓക്കെ. അതാണ് ഇന്നത്തെ മോർണിംഗ് വിസ്ഡം എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. ഇവിടെ പറയാനുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഏറ്റവും നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്താണ്? നമ്മളൊരു കാര്യം ചെയ്യുമ്പോ, ചെയ്യാൻ പോകുമ്പോ, നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യം എന്താണ് ഒരു ദിവസത്തില്? എന്തായിരിക്കും ആ ഒരു കാര്യം? പറയാമോ ആർക്കെങ്കിലും? പറയോ ആരെങ്കിലും? ഏറ്റവും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്തിനാണ്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പറയൂ, എന്തെങ്കിലുമൊക്കെ പറയൂ. തെറ്റാണോ ശരിയാണോ ഒന്നും നമ്മൾ നോക്കണ്ട. സഹീർ പറയും നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഓഫ് കോഴ്സ് നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അത് ഓക്കെയാണ്. എന്തെങ്കിലുമൊക്കെ പറയൂ. എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അതാണ് എനിക്കിഷ്ടം. ഗ്രോത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഓക്കെ, ഗ്രോത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. എന്നാലും ഈ ഒരു സാധനം പോയാൽ പിന്നെ തിരിച്ച് കിട്ടില്ല. അങ്ങനത്തെ ഒരു സാധനമാണ്. സമയം. ഗോ ഗോളിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഓക്കെ. സമയം. സമയം, സമയം. വെരി ഗുഡ്, വെരി ഗുഡ്. ടൈം. സമയത്തിന് നമ്മള് വാല്യൂ കൊടുക്കുക. നമുക്കൊരിക്കലും കിട്ടില്ല. പോയ സമയം നമുക്ക് തിരിച്ച് കിട്ടില്ല. 24 മണിക്കൂറുണ്ട്. നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഇന്ന്. അല്ലേ? നമ്മള് ഭയങ്കര ഫ്രഷ്, ഭയങ്കര എനർജി ലെവലിൽ നിൽക്കുകയാണ്. അപ്പൊ സമയത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കാം. ഞാൻ എവിടേക്കാണ് എന്റെ സമയം കളയുന്നത്? അനാവശ്യമായിട്ട് ഞാൻ എവിടേക്ക് എന്റെ സമയം കളയുന്നുണ്ട്? ആ ഒരു ടൈം എനിക്ക് എങ്ങനെ പ്രൊഡക്റ്റീവ് ആക്കി മാറ്റാൻ പറ്റും? ഹെൽത്ത് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഹെൽത്തിനൊക്കെ നമ്മൾ പ്രാധാന്യം കൊടുക്കണം. പക്ഷെ നമുക്കൊരു ഗോളിലേക്ക് എത്തണം, നമ്മുടെ ആഗ്രഹത്തിലേക്ക് നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സമയം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. എന്റെ സൗണ്ട് ക്ലിയർ അല്ലേ? സൗണ്ട് ക്ലിയർ ആണോ? സമയം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. വളരെ നല്ല രീതിയിൽ അത് ഉപ ഉപ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. പ്രൊഡക്റ്റീവ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. നോൺ പ്രൊഡക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാം. സൂപ്പർ പ്രൊഡക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാം സമയം. പ്രൊഡക്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ചെയ്യുന്ന അത്യാവശ്യം പ്രൊഡക്റ്റീവ് ആയിട്ട് വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നു, അല്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. നോൺ പ്രൊഡക്റ്റീവ് എന്ന് പറയുമ്പോൾ തീരെ അത് ഉപയോഗിക്കുന്നില്ല. രാവിലെ ആവുന്നു, രാത്രിയാവുന്നു. ചില ആളുകൾ പറയില്ലേ രാവിലെ ആകുന്നു, രാത്രിയാവുന്നു. അതിനെയാണ് നോൺ പ്രൊഡക്റ്റീവ് ആയിട്ട് സമയം കളയുന്നു എന്ന് പറയുന്നത്. കുറെ നേരം അവിടെ ഇരിക്കുന്നു, ഇവിടെ ഇരിക്കുന്നു. ഒരു അലസത, ഒരു തരം ഒന്നും പ്രത്യേകിച്ച് ചെയ്യാത്ത ആളുകളാണ് നോൺ പ്രൊഡക്റ്റീവ് ആയിട്ട് സമയം കളയുന്ന ആളുകൾ. നമ്മൾ മൂന്നാമത്തെ കാറ്റഗറിയിൽ എത്തണം. അതാണ് സൂപ്പർ പ്രൊഡക്റ്റീവ് കാറ്റഗറി. സൂപ്പർ പ്രൊഡക്റ്റീവ് കാറ്റഗറിയിൽ നമ്മൾ എത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മള് പ്രൊഡക്റ്റീവിനേക്കാൾ അപ്പുറത്തെ ലെവലിലേക്ക് എത്തും. പ്രൊഡക്റ്റീവ് എന്ന് വെച്ചാൽ നോർമൽ റുട്ടീൻ. ഇപ്പൊ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് പ്രൊഡക്റ്റീവ് ആണ്. സൂപ്പർ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആളുകളാണ് അവനവനിലേക്ക് ടൈം സ്പെൻഡ് ചെയ്യും. അവനവന്റെ ഗ്രോത്തിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യും. എല്ലാവർക്കും ഒരു നോർമൽ റുട്ടീൻ ഉണ്ട്. നമ്മൾ മനുഷ്യരാണ്. രാവിലെ എഴുന്നേൽക്കുന്നു, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നു, കുട്ടികളുടെ കാര്യങ്ങൾ ചെയ്യുന്നു, ഓഫീസിൽ പോകുന്നു. ഇതെല്ലാം നമ്മള് ആർക്കൊക്കെയോ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. അല്ലേ? മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് പ്രൊഡക്റ്റീവ് ആണ്. ഓക്കെ, പ്രൊഡക്റ്റീവ് ആണ്, സമ്മതിച്ചു. പക്ഷേ നിങ്ങൾ ആ ഒരു സമയം സൂപ്പർ പ്രൊഡക്റ്റീവ് ആക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ നമ്മളിലേക്ക് ടൈം കണ്ടെത്തും. നമ്മുടെ ഗ്രോത്തിന് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തും. നമ്മൾ മൈൻഡ് ക്ലിയർ ആയിരിക്കാൻ വേണ്ടി നമ്മൾ സമയം കണ്ടെത്തും. മൈൻഡ്ഫുൾ ആകാൻ വേണ്ടി നമ്മുടെ ബോഡിയെ നമ്മൾ ടേക്ക് കെയർ ചെയ്ത് തുടങ്ങും. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവർക്ക് മാത്രമേ സക്സസ് ആകാൻ പറ്റുള്ളൂ. പെട്ടെന്ന് സക്സസ് ആകാൻ പറ്റുള്ളൂ. അല്ലാതെ ആ ഒരു പ്രൊഡക്റ്റീവ് കാറ്റഗറിയിൽ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഫുൾ ടെൻഷനിലായിരിക്കും. ഓടി നടന്ന് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. കിടക്കുന്നതിന് മുൻപ് ഒരു സന്തോഷവും ഉണ്ടാവില്ല. സൂപ്പർ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആളുകള് അവര് മെഡിറ്റേഷൻ ചെയ്യും. അവര് പല കാര്യങ്ങളും ചെയ്യും. അവരുടെ മൈൻഡ് ക്ലിയർ ആക്കാൻ വേണ്ടിയും, അവരുടെ ഗ്രോത്തിന് വേണ്ടിയും അവരിങ്ങനെ ആക്ഷൻസ് എടുത്തുകൊണ്ടേയിരിക്കും. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും സൂപ്പർ പ്രൊഡക്റ്റീവ് കാറ്റഗറിയിലേക്ക് എത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആവുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണ് ഈ സൂപ്പർ പ്രൊഡക്റ്റീവ് കാറ്റഗറിയിലുള്ളത്. അവിടെ എത്തിക്കഴിഞ്ഞാല് നമ്മള് എന്താ പറയണത്, പകുതി വർക്ക് ചെയ്താൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ വന്ന് ചേർന്നോളും. ഒരു ടെൻഷനും, ഒരു സ്ട്രെസ്സും ഇല്ലാതെ നിങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങളിലൂടെയാണോ നിങ്ങളിപ്പോ പോകുന്നത്, അതെല്ലാം പതിയെ നിങ്ങളുടെ ലൈഫീന്ന് മാറിക്കൊണ്ടേയിരിക്കും. കാരണം നിങ്ങൾ നിങ്ങളിലേക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ മൈൻഡ് എപ്പോഴും ക്ലിയർ ആക്കി വെക്കാൻ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ടെൻഷൻ കുറയ്ക്കാൻ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ബോഡിക്ക് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം സൂപ്പർ പ്രൊഡക്റ്റീവ് കാറ്റഗറിയിൽ വരുന്ന ആളുകളുടെ ആം, ഗുണങ്ങളാണ്.
അപ്പൊ എല്ലാവരും ആ ഒരു കാറ്റഗറിയിലേക്ക് റീച്ച് ചെയ്യുക. അതാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ള മോർണിംഗ് വിസ്ഡം. അപ്പൊ എല്ലാവരും ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? സെറ്റ് അല്ലേ എല്ലാവരും? അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളത്തെ സെഷനിൽ കാണാം. വൈകിട്ട് ക്ലാസ് ഉള്ളവർക്ക് നാളെയാണ് സെഷൻ, ഇന്നില്ല സെഷൻ. അപ്പൊ നാളെ കാണാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇൻ കേസ് എപ്പോഴെങ്കിലും കറണ്ടിന്റെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട്, വൈഫൈയുടെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഞാനൊരു 5:30 മണിക്ക് മുൻപേ തന്നെ ഞാൻ 5 മണിക്ക് എഴുന്നേൽക്കാറുണ്ട്. ആ ടൈമിൽ തന്നെ ഞാൻ മെസ്സേജ് ഇടും. അപ്പൊ ആ ഒരു ദിവസം നിങ്ങൾ സെൽഫായിട്ടിരുന്ന് നിങ്ങൾ ചെയ്യണം. മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യണം. നമ്മളൊരു 30 ഡേയ്സ് ആണ് ടാർഗറ്റ് വെച്ചിരിക്കുന്നത് ഈ ഒരു മെഡിറ്റേഷനും ഈ ഒരു മോർണിംഗ് വിസിനും. ലൈഫിൽ എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരണം എന്നുള്ള ആ ഒരു ഇന്റൻഷൻ എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഓക്കെ? ചിലർക്ക് പണമൊന്നും വേണ്ട. ചിലർക്ക് പണം ഏൺ ചെയ്യേണ്ട, ഒന്നും വേണ്ടി വരില്ല. അവർക്ക് ജസ്റ്റ് സമാധാനം മതി എന്ന് പറഞ്ഞിട്ട് വരുന്ന ആളുകളുണ്ട്. അപ്പൊ സമാധാനത്തിന് വേണ്ടി എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? എന്തൊക്കെ എന്റെ ലൈഫിൽ നിന്ന് കട്ട് ചെയ്യാൻ പറ്റും? അങ്ങനെ ചിന്തിക്കുക. ഓരോന്നിനും വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ചിന്തിക്കുക നിങ്ങള്. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ഇപ്പൊ ഒരു 17 പേരുണ്ടെങ്കിൽ 17 പേരുടെ ഗോളും ഡിഫറന്റ് ആയിരിക്കും. അല്ലേ? സോണിയയുടെ ഗോളായിരിക്കില്ല മുഹസിനയുടെ. മുഹസിനയുടെ ഗോളായിരിക്കില്ല നജീബയുടെ. നജീബയുടെ ഗോളായിരിക്കില്ല സഹീറിന്റെ ഗോൾ. അപ്പൊ ഓരോരുത്തരുടെ ഗോളും ഡിഫറെന്റ് ആണ്. ഓരോ ആളുകളും ഡിഫറെന്റ് ആണ്. ഓരോ പേഴ്സണും യുണീക്ക് ആണ്. ഓരോരുത്തർക്കുള്ള കഴിവും ഡിഫറെന്റ് ആണ്. അത് കണ്ടുപിടിക്കുക. അത് എനിക്ക് എന്താണ് വേണ്ടതെന്ന് ചിന്തിക്കുക. അതിൽ വർക്ക് ചെയ്യുക. മാക്സിമം നിങ്ങൾ സോഷ്യൽ മീഡിയ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സമയം നിങ്ങളൊന്ന് കട്ട് ചെയ്യുക. അവിടെയാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ സമയം പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് മാത്രം ഫോക്കസ് കൊടുത്തുകൊണ്ട് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞതുപോലെ ഇനിയുള്ള 3 മാസം നിങ്ങളുടെ ഗോളിലേക്ക് പെട്ടെന്ന് എത്തുക. അതിന് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതിന് വേണ്ടിയാണ് ഞാൻ ഈ ഒരു 1 മന്ത് മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു പുഷ് ഉണ്ടെങ്കിൽ എല്ലാവരും എത്തുമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ പതിയെയായിരിക്കും നിങ്ങൾ പോകുന്നത് നിങ്ങളുടെ ഗോളിലേക്ക്. നിങ്ങളൊന്ന് 2x സ്പീഡിൽ ഓടിയെത്താൻ ശ്രമിക്കുക. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് നേടിയെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. ഹാവ് എ ഗുഡ് ഡേ. നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ. എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ ആർക്കെങ്കിലും? ഷെയർ ചെയ്യാനുണ്ടോ ആർക്കെങ്കിലും? എങ്ങനെയുണ്ട് മോർണിംഗ് സെഷൻ എന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? എനിക്ക് കുറച്ച് സന്തോഷം കിട്ടുമല്ലോ. നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയാനായിരുന്നു. ഒരുപാട് സമയം ബാക്കി കിട്ടണ പോലെ തോന്നണം. സാധാരണ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അപ്പൊ തന്നെ 12 മണിയാവും. ഇപ്പൊ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കുറെ നേരം കഴിഞ്ഞ് നോക്കുമ്പോൾ 8 മണിയായിട്ടുണ്ടാവുള്ളൂ. സമയം ആ ഒരുപാട് ഒരു മാറ്റം നന്നായിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു സോണിയ. സാജിദ പറയുന്നത് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെന്ന്. ഓക്കെ. ഇതിനെയാണ് പ്രൊഡക്റ്റീവ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ ഒരു സമയം കിട്ടുക എന്ന് പറഞ്ഞാൽ അതിനെങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ആ രീതിയിലൊക്കെ ചെയ്യാം. അൽഹംദുലില്ലാ, ഗുഡ് എന്ന് പറയുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക. നമുക്ക് നാളെ കാണാം അങ്ങനെയാണെങ്കിൽ. ഓക്കെ, താങ്ക് യു ഫോർ ഷെയറിംഗ് യുവർ ഫീഡ്ബാക്സ്. ബൈ.